ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ മോമോസ് ആണ്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മോമോസും അതിൻ്റെ കൂടെ തന്നെയുള്ള നല്ലൊരു ചട്നിയുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ 2 കപ്പ് മൈദപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ലൂസായി പോകരുത്, കുറച്ച് ടൈറ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മളിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഞാൻ തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഓയിൽ തടവി കൊടുക്കുന്നത്. എന്നിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ മോമോസിനുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാം. ഞാൻ സോയ ചങ്ക്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ ഈ ഫില്ലിങ്സ് തയ്യാറാക്കുമ്പോൾ. അപ്പോൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സോയയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 തവണ ഇത് സാധാരണ വെള്ളത്തിൽ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മോമോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചട്നിയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കാറായി വന്നപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് 3 തക്കാളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ് കേട്ടോ. ഒരു 7-8 വറ്റൽമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ വറ്റൽമുളകാണെങ്കിൽ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതിൻ്റെ തോലൊക്കെ വിട്ട് വരും. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിൻ്റെ തോലൊക്കെ ദാണ്ട് ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് തക്കാളി ഇട്ട് കൊടുക്കാമെങ്കിൽ ഈ തോല് വിട്ട് വരാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ തന്നെ എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറുമ്പോഴേ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ചേർക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ചെറിയ രീതിയിലൊന്ന് മൂത്ത് വരുമ്പം അതിൻ്റെ കൂടെ തന്നെ 3-4 വെളുത്തുള്ളിയും കൂടി ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതും കൂടി ചേർത്ത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ തക്കാളി എല്ലാം കൂടെ നമ്മൾ അരച്ചെടുക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത്. തക്കാളിയൊക്കെ 1-2 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ടിട്ടാണ് ഞാനത് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ടുള്ള ചട്നിയാണ് കേട്ടോ. ഇനി ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചട്നി നമ്മൾ നേരത്തെ അരച്ചെടുത്ത രീതിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ചട്നിക്ക്. ഇപ്പോൾ ഇത് ലൂസായിട്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും കേട്ടോ. ഇനി നല്ല തിക്കായിട്ട് നമ്മുടെ ചട്നി ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും നമ്മുടെ ചട്നി. ഇപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ട് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോമോസിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചട്നി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതേപോലെ തന്നെ ഈ ചട്നി നമുക്ക് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ആ സോയയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇതാ കണ്ടല്ലേ, ഈ ഒരു രീതിയിൽ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഒന്ന് പൾസ് ചെയ്യുക മാത്രമേ ആകാവൂ കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്യുക, അങ്ങനെ മാത്രമേ ചെയ്യാവൂ. ഒരുപാട് നേരം ഇട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. ഞാൻ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരുപാട് സവാള നമ്മൾ ചേർത്ത് കൊടുത്താൽ ഒരുപാട് വെള്ളമായി പോകും, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരുപാടങ്ങ് നമ്മളങ്ങ് മിക്സ് ചെയ്യരുത് കേട്ടോ. ചെറിയ ഒരു രീതിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാകാവൂ. ഉപ്പൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ് കേട്ടോ. നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവുള്ള ചട്നി ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി പച്ചമുളകോ കുരുമുളകോ ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് തന്നെ നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്ത ശേഷം ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കിയാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. മോമോസ് ആയതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. നമ്മുടെ ടോപ്പിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഇതുപോലൊന്ന് പരത്തി എടുത്താൽ മതി. ഒരുപാട് വലുതാക്കണ്ട, വളരെ കനം കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് കനം കുറഞ്ഞും പോകരുത്. ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം കൂടി നമ്മൾ പരത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയും ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഇതേപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക 2 സൈഡിൽ നിന്നും. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ മറ്റേ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇതേ രീതിയിൽ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഡിസൈനിൽ കിട്ടും. നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പിന്നീട് 1-2 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ഷേപ്പിലല്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതാ കണ്ടില്ലേ. ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സീൽ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വെച്ച് കൊടുക്കുമ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അത് അടുത്തത് ഞാൻ ഇതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് തന്നെ ഇതേ രീതിയിൽ 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 എണ്ണം നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി വെച്ചതെല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം. ഞാനിത് സ്റ്റീം ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലൊരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോമോസ് എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. കാരണം നമ്മളിത് വളരെ കനം കുറച്ചാണ് തയ്യാറാക്കിയേക്കുന്നത്. കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇതാ കണ്ടില്ലേ, ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ മോമോസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചട്നിയും എടുത്തിട്ടുണ്ട്. മോമോസ് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം. വളരെ സോഫ്റ്റായിട്ട് തന്നെയാണ് ഇത് വന്നേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.